ആയി മച്ചാമാരെ, നമ്മൾ കുറേ ദിവസമായി ചൂണ്ടയ്ക്ക് വന്നിട്ട് ഇന്ന് നമ്മൾ പുഴയിലോട്ടങ്ങനെ ഇറങ്ങിയാണ്. റീല് വന്നിട്ട് ഷിമാനോ സെഡോൻ തന്നെയാണ്. റോഡ് വന്നിട്ട് റാൻഡം സ്നാപ്പർ 10 ഫീറ്റാണ്. ലീഡർ ലൈനായിട്ട് നമ്മൾ കിട്ടുന്നതിന് 80 ടങ്കീസും 11 ഹൂക്കുമാണ്. നമ്മളിന്ന് ലൈവ് കൊഞ്ചാണ് ബൈറ്റായിട്ട് ഇടാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. നമ്മൾ ഇടുന്നത് ലൈവ് ബൈറ്റാണ്. ലൈവ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് കൊഞ്ചാണ് നമ്മൾ ഇടുന്നത്. ഫാമിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല അന്യായ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ പോയി കൊഞ്ച് പിന്നെ കോരയാണ് ചെയ്യുന്നത്. കോരുമ്പോൾ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ ബിയർ കുപ്പികളെല്ലാം കാലിൽ കയറാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. ഇറങ്ങി കോരയാണ് ചെയ്യുന്നത് നമ്മൾ. നമ്മുടെ നമ്മൾ കൊരുക്കുന്നത് വാലിലാണ്. വാലിൽ കൊരുത്ത് ഇതിൻ്റെ മൂട്ടിൽ മുള്ളുണ്ട്. ആ മുള്ളിലോട്ട് ശകലം ഒന്നിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പാണ് ഒന്നിങ്ങനെ കോരി വെച്ചിട്ടുള്ള ഇങ്ങനെയാണെന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ വാലിലാണ് റിസൾട്ട് ഉള്ളത്. പക്ഷേ തലയ്ക്ക് കൊരുത്തി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട്, പക്ഷെ മീൻ മിസ്സാവത്തില്ല. വാലിലാണെങ്കിൽ പെട്ടെന്ന് പടപട അടിക്കുന്നുണ്ട്. ഇനി കാസ്റ്റിങ്ങിൻ്റെ ഒരു ബഹളമാണ്. കാരണം വേറെ ഒന്നുമില്ല, മഴ പെയ്ത് നമ്മൾ വന്നപ്പോഴത്തേക്ക് ശനിദശ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കറക്റ്റായിട്ട് പറയാം. ഫുള്ള് കലങ്ങലടിച്ച് വെള്ളം എല്ലാം അലമ്പായി കിടക്കും. ഒരു പാരയോ ഒന്നും ആർക്കും കിട്ടുന്നില്ല. ലാസ്റ്റ് നമ്മൾ 4 മണി 5 മണിയിട്ട് തുടങ്ങിയ കാസ്റ്റിങ്ങാണ്. നമ്മളൊരു 11 മണി നിന്നിട്ട് നമ്മൾ കിട്ടിയത് 3-4 ഹമൂറ് മാത്രമാണ് കിട്ടിയത്. എല്ലാം 10-200 ഗ്രാം വരുന്നതായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പിന്നെ അവസാനം ബോറായി തുടങ്ങി. ഈ പോകുന്ന വെള്ളം കണ്ടോ, ഒരുപാട് സമയം അവിടെ കിടന്ന് കറങ്ങി അവർക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത രീതിയിൽ കറങ്ങി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് നമ്മൾ വരെ നെഞ്ചത്ത് കൈവച്ച് പോയ രീതിക്കാണ് ബോട്ടിറങ്ങി പോയത്. ഈ പൊഴിനെക്കുറിച്ച് എന്താണെന്ന് ഇനി അറിയാൻ വയ്യ, അവരുടെ അശാസ്ത്രീയമായ പണിയാണോ എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അതിനുശേഷം നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ചെസ്റ്റ് ബെൽറ്റിൽ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത്, നമ്മളൊരു സബ്സ്ക്രൈബറാണ് നമുക്ക് വീഡിയോ എടുത്തു തന്നത്. പുള്ളിക്കാരൻ പോയതിന് ശേഷം നമ്മൾ ചെസ്റ്റ് ബെൽറ്റ് ക്യാമറ സെറ്റ് ചെയ്ത് എടുത്തത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മൾ കയറിയിരിക്കുന്നതാണ് ഒരു അഴുവക്കൂട്ടിനാണ് കയറിയിരിക്കുന്നത്. ഹമൂറ് മോൺസ്റ്റർ ഫിഷാണ്. ഇതൊരു 150-200 ഗ്രാമിനകത്തെ വരത്തുള്ളൂ. നമ്മളൊരു കൈപ്പത്തിനെയും കാട്ടി ഉണ്ട്, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ ഇവനൊക്കെ പോയി വലുതായിട്ട് വരേണ്ട ആളാണ്. അതുകൊണ്ട് നമ്മളവനെ റിലീസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. വലുതായി വാ. തലേന്ന് രാത്രി പോയി കൊഞ്ചൊക്കെ കോരി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് മലപ്പുറം കത്തി അമ്പും വില്ലും മിഷ്യൻ ഗണ്ണ് എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അവസാനം പവനായി ശവമായി തിരിച്ചു വന്നു. ഇതാണ് ചൂണ്ട ലൈഫ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ബൈ ബൈ ഗേസ്.